പേർ സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ തികഞ്ഞ ദൈവാശ്രയത്തോടെ ദൈവത്തിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. ഇന്ന് രാത്രിയിൽ ഒരു ദൂത് മാത്രം പറഞ്ഞ് വേഗത്തിൽ പ്രാർത്ഥിക്കുവാൻ ദൈവാത്മാവിൽ ഞാൻ ശരണപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട പുസ്തകമായിരിക്കുന്ന ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായം. Thank you, Holy Spirit. 15-ാമത് വാക്യം, 21-15 വാക്യം. ഒരാൾ ശബ്ദമുയർത്തി വായിച്ചു സഹായിച്ചാട്ടെ. നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർ പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. ഒന്ന് പറഞ്ഞേ, ഞാൻ നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് നൽകിയ ദൂത് മാത്രമാണ്. ഇന്ന് രാത്രി ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ആമേൻ. സാക്ഷ്യം പറയുവാൻ. ഹല്ലേലൂയ. ജാതികളുടെ മുമ്പിൽ, രാജാക്കന്മാരുടെ മുമ്പിൽ നമ്മെ കൊണ്ട് പിടിച്ചുകെട്ടി നിർത്തുന്ന ഒരു കാലഘട്ടം വരും. ആ കാലഘട്ടത്തിൽ കർത്താവ് പറയുന്നൊരു ദൂതുണ്ട്. നിങ്ങൾ വെറും കൈയോടെ പോകത്തില്ല, മറിച്ച് ഞാൻ നിങ്ങൾക്ക് എതിരാളികൾക്കാർക്കും ചെറുപ്പാനോ എതിർ പറയുവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. എന്ന് പറഞ്ഞ് വാക്കും ജ്ഞാനവും. സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ അഭിഷേകത്തോടെ പറയാം, നമ്മുടെ വാക്ക് ശക്തിയേറിയ ഒരു ആയുധമായി മാറാൻ പോകുക. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? നിങ്ങളുടെ വാക്കിൻ്റെ അകത്തെല്ലാം ദൈവശക്തി ചലിക്കും. സ്തോത്രം. അസാധാരണമായ വാക്കുകളെ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൈമാറും. സ്തോത്രം. ഞാനിത് വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്ക് എതിർ പറയാൻ കഴിയാത്ത കാര്യങ്ങൾക്കൊത്തവണ്ണമുള്ള വാക്കുകളെ ദൈവാത്മാവ് നിങ്ങളുടെ കയ്യിൽ തരും. സ്തോത്രം. 2, നിങ്ങൾക്ക് ഒരു മനുഷ്യനും എതിർക്കാൻ കഴിയാത്ത ജ്ഞാനം ദൈവം നിങ്ങൾക്ക് നൽകും. സ്തോത്രം. എന്താ കാര്യം? സ്തോത്രം. അവൻ നൽകുമ്പോൾ അവൻ്റെ ജ്ഞാനത്തെയാണ് പകരുന്നത്. സ്തോത്രം. ദൈവം തരുമ്പോൾ അവൻ്റെ വാക്ക് ഞാൻ നിങ്ങൾക്ക് തരും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു, ചിലരുടെ വാക്കിൻ്റെ അകത്ത് ജീവൻ ചലിക്കാൻ പോകുക. സ്തോത്രം. ഈ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾക്കകത്ത്, ചില വ്യക്തി ജീവിതങ്ങളെയൊക്കെ ദൈവാത്മാവ് എനിക്ക് കാണിച്ചു തന്നിട്ട് പരിശുദ്ധാത്മാവ് പറയുന്ന ഒരുപാട് സന്ദേശങ്ങളുണ്ട്, ഒരുപാട് ആലോചനകളുണ്ട്. ഇന്ന് രാത്രി 1-2 കാര്യങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടെ പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. നമുക്കെല്ലാവർക്കും അറിയാം, കർത്താവ് ആലയത്തിൽ ചെല്ലുകയാണ്. 21 അധ്യായത്തിൻ്റെ അകത്ത് ആലയത്തിൽ അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാട് ഇടുന്നത് കണ്ടു. സ്തോത്രം. യേശു തലപൊക്കി നോക്കിയ ഒന്നാമത്തെ കാര്യം. സ്തോത്രം. അവിടെ എഴുതിയിരിക്കുകയാണ് 21 അധ്യായത്തിൽ ധനവാന്മാർ ഭണ്ഡാരത്തിൽ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. മതി. സ്തോത്രം. ധനവാനായിരിക്കുന്ന ആളുകൾ വഴിപാട് അർപ്പിക്കുന്നത് നോക്കി നിൽക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ദരിദ്രയായ ഒരു സഹോദരി കയറി ചെല്ലുന്നത് യേശു കണ്ടു. സ്തോത്രം. നമ്മൾ എല്ലാവരും ഈ യൂണിഫോമിൽ നിൽക്കുമ്പോൾ ഒരാൾ യൂണിഫോം തെറ്റിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. സ്തോത്രം. അല്ലേ? എന്ന് പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും വ്യത്യസ്തമായ നിലവാരത്തിൽ കർത്താവ് കാണുന്ന ഇന്ന് രാവിലെ പ്രഭാതത്തിൽ ഞാനൊരു സന്ദേശം കേട്ടുകൊണ്ടിരിക്കും. ആ സന്ദേശത്തിൻ്റെ അകത്ത് മറ്റൊരു ദൈവദാസൻ പ്രസംഗിക്കുകയാണ്. ആ പ്രസംഗിച്ച വാക്കിങ്ങനെയാണ്, ആരും ചോദിക്കാത്തത് നീ ദൈവത്തോട് ചോദിക്കുന്നുണ്ടോ? സ്തോത്രം. അത് പത്രോസിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞേ, കർത്താവേ നീ ആകുന്നു എങ്കിൽ എനിക്ക് കടലിൻ്റെ മീതെ നടന്നു വരണം. ഈ കാര്യമാണ് പറയുന്നത്. സ്തോത്രം. അപ്പോൾ ആരും ചോദിക്കാത്ത, ആരും കാണാത്ത, അല്ലെങ്കിൽ ആരും ചെയ്യാത്ത മേഖലകൾക്കകത്ത്
സ്ഥലത്തേക്ക് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കയറി ചെല്ലുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ കാണുന്നുണ്ട്, നിന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിന്റെ കരത്തെ അറിയുന്നു, നിന്റെ ഹൃദയത്തെ അറിയുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഈ ധനവാന്മാർ ഭണ്ഡാരത്തിലേക്ക് അല്ലെങ്കിൽ സ്തോത്ര കാഴ്ച അർപ്പിക്കുവാൻ വേണ്ടി ഇടുന്നത് താൻ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുക. അപ്പം ഞാൻ ഇന്ന് രാത്രി പറയട്ടെ, ദൈവം നമ്മുടെ കരത്തെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്തോത്ര. നമ്മുടെ പണമൊക്കെ എങ്ങോട്ടാണ് പോകുന്നത്, ഏത് മേഖലയിലാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ള കാര്യം കർത്താവ് ശ്രദ്ധിച്ചു നോക്കുന്നുണ്ട്. സ്തോത്ര. ഇന്ന് പ്രഭാതത്തിലും ഒരു പ്രായമുള്ള ഒരു അച്ചായൻ, ഏകദേശം 10-60 വയസ്സുള്ള ഒരു അച്ചായനാണ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്ററേ പ്രാർത്ഥിക്കണം. അദ്ദേഹം ചില നാളുകൾക്ക് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ട്. വീണ്ടും അദ്ദേഹം വിളിച്ചിട്ട് പറയാം, പാസ്റ്ററേ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, എന്താണ് കാര്യം? സ്തോത്രം. കാര്യം അറിയട്ടെ, കാര്യം അറിഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. സ്തോത്രം. വെറുതെ ഒന്നും ചാടിക്കയറി ഞാൻ പ്രാർത്ഥിക്കത്തില്ല ആർക്കും വേണ്ടി. സ്തോത്രം. കാര്യം എന്താണെന്നറിയണം. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഭയങ്കര സാമ്പത്തികമായിട്ട് പ്രതിസന്ധിയാണ്, സാമ്പത്തികമായിട്ട് പ്രതികൂലങ്ങൾ, പ്രതിസന്ധി, ഇതൊക്കെ പറഞ്ഞ് കുറേ നേരം കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്റർ ഇപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ നിൽക്ക്, ഞാൻ കാര്യം പറയാം. സ്തോത്രം. അത് കഴിഞ്ഞ് പ്രാർത്ഥിക്കാം. ആദ്യമേ കാര്യം കേൾക്കണം, ചുമ്മാ കയറി പ്രാർത്ഥിച്ചേക്കില്ല. സ്തോത്രം പറഞ്ഞേ. ദൈവഹിതം ഉള്ളവരാണോ ദൈവഹിതം ഇല്ലാത്തവരാണോ എന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ദൈവം ഒരാളുടെ വഴി അടച്ചാൽ ഒരു മനുഷ്യനും അത് തുറക്കാൻ കഴിയത്തില്ല. സ്തോത്രം പറഞ്ഞേ. പക്ഷേ ദൈവത്താലാണ് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ദാരിദ്ര്യം ഉണ്ടായെങ്കിൽ അതിൻ്റെ പദ്ധതികൾ എന്താണെന്ന് നാം മനസ്സിലാക്കണം. സ്തോത്രം പറഞ്ഞേ. ഈ സഹോദരൻ എന്നോട് പറഞ്ഞു, സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഞാൻ എന്തു ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. സ്തോത്രം. എന്ത് ചെയ്തിട്ടും മാറ്റം വരുന്നില്ല. ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ഒറ്റ കാര്യമുണ്ട്, നിങ്ങൾ എന്തെങ്കിലും ഉടമ്പടികൾ ദൈവസന്നിധി ചെയ്തിട്ടുണ്ടോ? ആ ഉടമ്പടികൾ നിവർത്തിക്കാൻ കഴിയാതെ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. ചില നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറയാം, ഊവ് പാസ്റ്ററേ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനത് ചെയ്തില്ല. സ്തോത്രം. അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, ഏതോ ലോണ് കിട്ടാൻ വേണ്ടി താൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രാർത്ഥിക്കാൻ സഭ പ്രാർത്ഥിച്ചു, ദൈവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ചു. ലോണിൻ്റെ പൈസ കിട്ടാൻ വേണ്ടി ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ്. അദ്ദേഹം ഒരു നേർച്ച നേരുന്നത് പോലെ ദൈവസന്നിധി പുള്ളി പറഞ്ഞു, ഈ പൈസ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്തോത്ര കാഴ്ച അല്ലെങ്കിൽ ഇതിൽ നിന്ന് എത്രയോ എമൗണ്ട് എനിക്കറിയുന്ന ഈ എത്ര എമൗണ്ടാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല, 60,000 രൂപയ്ക്ക് മേലിലെങ്ങാണ്ടാണ്. പക്ഷേ 2,500 രൂപ ഏതാണ്ട് അദ്ദേഹം ദൈവസന്നിധി കൊടുക്കാം, ദൈവദാസനും ദൈവസഭയ്ക്ക് കൊടുക്കാമെന്ന് താൻ ദൈവസന്നിധിയിൽ പറയുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. ഇത് പറഞ്ഞു ചില ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ലോൺ റെഡിയായി, പൈസ കിട്ടി. പൈസ കയ്യിലിരുന്നത് ചിലവായിപ്പോയി. അദ്ദേഹത്തിന് 500 രൂപയുള്ളൂ കൊടുക്കാൻ പറ്റുള്ളൂ. സ്തോത്രം. ഹല്ലേലൂയ. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഉവ് പാസ്റ്ററേ, ഞാൻ ഓർക്കുന്നു, ഞാൻ ദൈവസന്നിധി പറഞ്ഞിട്ട് എനിക്കത് നിവർത്തിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് വഴികളെല്ലാം അടയാനുള്ള കാര്യം. സ്തോത്രം. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ, ദൈവത്തെ എവണ്ണം പരീക്ഷിക്കണം. മലാക്കി 3:10 ഒന്ന് വായിച്ചാട്ടെ. മലാക്കി 3:10. ദൈവത്തെ പരീക്ഷിക്കാൻ മനുഷ്യന് ദൈവം അവസരം കൊടുക്കുന്നുണ്ട്. എങ്ങനെയാണ് ദൈവത്തെ പരീക്ഷിക്കേണ്ടത്, എപ്രകാരം ദൈവത്തെ പരീക്ഷിക്കണം? നമ്മുടെ പരീക്ഷകൾ, ഒരു മിനിറ്റ്, നമ്മുടെ പരീക്ഷകളിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരാളാണോ നമ്മുടെ ദൈവം? അല്ല. പിന്നെ ദൈവത്തെ പരീക്ഷിക്കാൻ പറ്റുന്ന ഏത് മാർഗത്തിലാണ്, എപ്പോഴാണ്? വായിച്ചാട്ടെ. മലാക്കി 3:10. എന്റെ ആലയത്തിൽ ആഹാരമുണ്ടാകേണ്ടതിന് നിങ്ങൾ ദശാംശം മുഴുവനും ഒന്ന് പറഞ്ഞേ, മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ടുവരണം. സ്വന്തം പറഞ്ഞ പകുതിയല്ല, മുക്കാലല്ല, മുഴുവനും ഭണ്ഡാരത്തിൽ കൊണ്ടുവരണം. സ്വന്തം പറഞ്ഞേ. നിങ്ങൾ ദശാംശം മുഴുവനും ഭണ്ഡാരത്തിലേക്ക് കൊണ്ടുവരുവീൻ. ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നോ. കണ്ടോ,
ആകാശത്തിലെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ? നിങ്ങളിൽ അനുഗ്രഹം പകരുകയില്ലയോ? സ്തോത്രം. അപ്പം ദശാംശം പിടിച്ചു വെക്കുന്നവർക്ക് ശുഭം വരത്തില്ല. അവർ ആകാശത്തിന്റെ കിളിവാതിൽ തുറന്നുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കത്തില്ല. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഈ സഭയിലുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ആമേൻ. നിങ്ങൾ ദശാംശം പിടിച്ചു വെച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ആമേൻ. ഇന്ന് രാത്രി നിങ്ങളുടെ സാമ്പത്തികമായ വിഷയങ്ങൾക്കത്ത് അഴിവ് സംഭവിക്കാൻ പോകുകയാണ്. സ്തോത്രം. പ്രതിസന്ധികൾ മാറാൻ പോകുകയാണ്. അപ്പം ആമേൻ. കർത്താവ് പറയുന്ന ഈ വണ്ണം എന്നെ പരീക്ഷിപ്പിൻ, അല്ലേ? അതിന്റെ ലാസ്റ്റ് വാക്യം ഒന്നും, ഞാൻ നിങ്ങൾക്ക് ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്ന സ്ഥലം പോരാതെ വരുവോളം നിങ്ങളുടെ മേൽ അനുഗ്രഹം പകരുകയില്ലയോ എന്നിങ്ങനെ നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ വെട്ടുകിളിയെ ശാസിക്കും, അത് നിങ്ങളുടെ നിലത്തിലെ അനുഭവം നശിപ്പിച്ചു കളയുകയില്ല. പറമ്പിലെ മുന്തിരിവള്ളിയുടെ ഫലം മൂക്കാതെ കൊഴിഞ്ഞു പോകുകയില്ല. മതി. കർത്താവിനെ പരീക്ഷിക്കാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, ദൈവത്തെ ഒരു മനുഷ്യനും പരീക്ഷിക്കാൻ കഴിയത്തില്ല. എന്നാലും ദൈവം പറയാം, നിങ്ങൾ എന്നെ ഒന്ന് പരീക്ഷിച്ചു നോക്കിക്കേ. നിങ്ങൾ ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ. ഇതിനാൽ എന്നെ പരീക്ഷിപ്പീൻ. ഇതിനാൽ എന്നെ പരീക്ഷിപ്പിക്കും. കണ്ടോ, ഏത് കാര്യത്തിനാണ് ദൈവത്തെ ടെസ്റ്റ് ചെയ്ത് നോക്കുക. സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുമോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് കണ്ടറിയാം. സ്തോത്രം. അപ്പം നിങ്ങളുടെ ആലയത്തിൽ ആഹാരം ഉണ്ടാകേണ്ടതിന് ദശാംശം മുഴുവനും എന്ത് ചെയ്യണം? ആലയത്തിൽ കൊണ്ടുവരണം, മുഴുവനും കൊണ്ടുവരണം. അപ്പം പകുതി കൊണ്ടുവന്നാൽ കാര്യം നടക്കത്തില്ല, മുഴുവനും കൊണ്ടുവരണം. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ദൈവസഭ ഏതാണോ ആ ദൈവദാസനുള്ളതാണ് ദശാംശം മുഴുവനും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നിങ്ങളുടെ സഭയിൽ നിങ്ങളുടെ ദശാംശം ചെല്ലുമ്പോൾ നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുക. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് സ്ഥലം പോരാതെ വന്ന് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. സ്തോത്രം. മുഴുവനും കൊണ്ടുവരിക. സ്തോത്രം പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ, മുഴുവനും കൊണ്ടുവരിക. അപ്പസ്തോല പ്രവൃത്തി 5:1 വായിച്ചാട്ടെ. എന്നാൽ അനന്യാസ് എന്ന് പേരുള്ള ഒരു പുരുഷൻ തന്റെ ഭാര്യയായ സഫീറയോട് കൂടെ ഒരു നിലം വിറ്റു. ഭാര്യയുടെ അറിവോടെ വിലയിൽ കുറെ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്ന് കണ്ടോ, കുറെ എടുത്തു വെച്ചു ഒരംശം കൊണ്ടുവന്നു. സ്തോത്രം. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താനിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്തോ? അപ്പം കുറച്ച് ആലയത്തിൽ കൊണ്ടുവന്ന് കുറെ എടുത്തു വെച്ചു. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. എല്ലാവരുടെയും ജീവിതത്തിൻ്റെ അകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാര്യം കുറേ എടുത്തു വെക്കുന്നതാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കുറേ എടുത്തു വെക്കാതെ കുറേ നിങ്ങൾ ദൈവസഭയ്ക്ക് കൊടുക്കുക, കുറച്ച് നിങ്ങൾ മാറ്റി വെക്കുക. സ്തോത്രം. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് അതിൻ്റെ അർത്ഥം? കാര്യം ദൈവത്തെ എവണ്ണം പരീക്ഷിക്കണം. ദശാംശം കൊണ്ട് ദൈവത്തെ പരീക്ഷിക്കുക. ഞാൻ പറയാം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരെ വ്യാജം കാണിച്ചൊരു കുടുംബം എന്ത് ചെയ്തു? അവർ തകർന്നു പോകാൻ തയ്യാറായി. എന്താ കാര്യം? കുറെ എടുത്തു വെച്ചു. സ്തോത്രം. ദൈവം ഒരു കാര്യം പറയുന്നു, നിന്റെ നിലമാണെങ്കിലും നിന്റെ സ്വത്താണെങ്കിലും നിന്റെ ആരോഗ്യം കൊണ്ട് അധ്വാനിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണേലും ദൈവത്തിനുള്ളത് ദൈവത്തിന് കൈമാറണം. യേശു അത് തന്നെയല്ലേ പറയുന്നത്? കൈസർക്കുള്ളത് കൈസർക്ക്, ദൈവത്തിനുള്ളത് ദൈവത്തിന്. സ്തോത്രം. ഇന്ന് രാത്രി ദൈവത്തിനുള്ളത് പിടിച്ചു വെച്ചത് നിമിത്തം സാമ്പത്തികമായി കെട്ടപ്പെട്ടു പോയ ചില കുടുംബങ്ങളെ കണ്ടിട്ട് ആത്മാവ് പറയുന്നു, നീ ദൈവത്തിൻ്റെതിനെ കൈവച്ചത് കൊണ്ടാ, ദൈവത്തിൻ്റെ പിടിച്ചു വെച്ചത് കൊണ്ടാ, ദൈവത്തിൻ്റെ കുറെയെടുത്ത് മാറ്റി മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കിയത് കൊണ്ടാ നിന്റെ സാമ്പത്തിക വഴികൾ അടഞ്ഞു പോയത്. സാമ്പത്തിക
സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞുപോയത് ഇന്ന് രാത്രി ആത്മാവ് ശക്തിയോടെ പറയുന്നു, ഒരു അനുഗ്രഹം ദൈവം നിന്റെ മേൽ വെളിപ്പെടുത്താൻ പോകുക. ദൈവത്തോട് ഇന്ന് രാത്രി അലറി വിളിച്ച് ക്ഷമ ചോദിക്ക്. ദൈവമേ, എനിക്കൊരു തെറ്റുപറ്റിപ്പോയി, ഇന്ന് രാത്രി എന്നോട് മനസ്സലിവുണ്ടാകണമേ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോട് പറയുന്നു, നീ ഈ വാക്ക് പറയുമ്പോ സമൃദ്ധി കൊണ്ട് ദൈവം നിന്നെ നിറയ്ക്കാൻ പോകുക. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ. ഞാൻ ഇന്നലെ ഒരു മെസ്സേജ് എൻ്റെ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സ്തോത്രം. ആ മെസ്സേജ് കണ്ടിട്ട് ഒരുപാട് പേര് എന്നെ വിളിക്കുവാന്നൊക്കെ പറഞ്ഞ ഇടയായിരുന്നു. സാമ്പത്തികമായി ബിസിനസ് ആരംഭിച്ചു, ബിസിനസ്സിൻ്റെ അകത്ത് തകർച്ചകൾ അനുഭവിക്കുന്ന പല കുടുംബങ്ങൾ, പല ജില്ലകളിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തുനിന്നും ഒരുപാട് പേരെന്നെ വിളിക്കുവാന്നൊക്കെ പറഞ്ഞ ഇടയായിരുന്നു. കുറച്ച് മുമ്പ് എൻ്റെ വാട്സപ്പിൻ്റെ അകത്തൊരു മെസ്സേജും കൂടെ കിടക്കുന്നു. ബഹ്റിനിൽ നിന്നോ ഒമാനിൽ നിന്നോ ഒരു സഹോദരൻ വിളിച്ചേക്കുക, ബിസിനസ്സിൻ്റെ അകത്ത് തകർച്ചയാണ്. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാത്രി ഒരു ദൂത് പറയാം. തകർച്ച വന്നെങ്കിൽ പരിഹരിക്കാൻ കഴിയുന്ന ഒരുവൻ ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. ഏത് പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ, ഏത് വിഷയങ്ങളെ തീർക്കാൻ, ഏത് പ്രതിസന്ധികളെ മറികടക്കാൻ നിനക്കൊരു ബലം നൽകുന്ന ഒരു സർവശക്തനായ ഒരു കർത്താവിൻ്റെ സന്നിധിയിലാണ് നീ ആയിരിക്കുന്നത്. അവൻ്റെ മഹത്വം ഇന്ന് രാത്രി നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാ. ഒന്ന്, കർത്താവ് ഭണ്ഡാരത്തിൽ നോക്കുകയാണ്. ഭണ്ഡാരത്തിൽ നോക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച കാണുന്നു. പണക്കാരുടെ നടുവിൽ, ധനവാന്മാരുടെ നടുവിൽ ഒരു സ്ത്രീ, സാധാരണക്കാരത്തിയായിരിക്കുന്ന ഒരു സ്ത്രീ, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ, തൻ്റെ കഠിനാധ്വാനങ്ങൾ കൊണ്ട് തൻ്റെ സ്വത്തുവകയ്ക്കകത്ത് തൻ്റെ കയ്യിലിരിക്കുന്ന ആകെ സമ്പാദ്യം അത് മുഴുവനും ദൈവസന്നിധിയിൽ വിതയ്ക്കാൻ തയ്യാറായി. സ്തോത്രം. അവിടെ വായിച്ച് അതിൻ്റെ 21-ന്റെ 3-ാം വാക്യം. ദരിദ്രയായ ഒരു വിധവ 2 കാശ് ഇടുന്നത് കണ്ടിട്ട് അവൻ 2 കാശാണ് ഇടുന്നത്. വെറും 2 കാശാണ് അവൾ ഇടുന്നത്. ഈ ദരിദ്രയായ ഈ വിധവ എല്ലാവരെക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. അധികം ഇട്ടു. ബാക്കിയുള്ളവരിട്ടത് എമൗണ്ട് വെച്ച് നോക്കുവാണെങ്കിൽ അവളിൽ അധികമായിരിക്കാം. പക്ഷെ ഇവൾ എന്ത് ചെയ്തു? ഇവൾ ഇട്ടത് 2 മറ്റുള്ളവരിലേക്കാൾ അധികമാണ്. എങ്ങനെയാണ് അധികമായത്? എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്. എല്ലാവരും അവരുടെ സമൃദ്ധിയിൽ നിന്നും കൊണ്ടുവന്നു. ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. കണ്ടോ? ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്നും തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. സ്തോത്രം. അതിൻ്റെ അർത്ഥം എന്നാ? ഇനി ഇതും കൂടെ കയ്യിൽ നിന്ന് പോയാൽ മറ്റൊന്നുമില്ലെന്ന് അറിയാം. പക്ഷെ താൻ ദൈവസന്നിധി നീതിയോടെ നിൽക്കേണ്ടതിന് താൻ ദൈവത്തിൻ്റെ ആലയത്തിൽ കൊണ്ട് ഭണ്ഡാരത്തിലേക്ക് തൻ്റെ കയ്യിലുള്ളത് മുഴുവനും കൊടുക്കാൻ തയ്യാറായി. മുഴുവനും കൊടുത്തപ്പോൾ കാലിയായി നിൽക്കുക. പോക്കറ്റ് ശൂന്യം, മനസ്സ് ശൂന്യം, ഹൃദയത്തിൽ ശൂന്യം. ഇനി എന്തുകൊണ്ട് ഉപജീവിക്കുമെന്നുള്ള ഹൃദയത്തിൽ വല്ലാതെ വിഷമങ്ങൾ ഉണ്ടെങ്കിലും അവൾ അത് കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഹല്ലേലൂയ, ഈ ആലയത്തിൻ്റെ അകത്ത് എൻ്റെ നന്മ വീഴുമ്പോൾ, ഈ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിൻ്റെ അകത്ത് എൻ്റെ കയ്യിലിരിക്കുന്നത് മുഴുവനും വീഴുമ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ദൈവം എൻ്റെ മേൽ ഒരു സമൃദ്ധിയെ വെളിപ്പെടുത്തു. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, നിന്റെ ഇല്ലായ്മയും നീ ദൈവത്തിന് കൊടുത്തിട്ടുണ്ടോ? നീ ഇല്ലായ്മയും കൊടുത്തിട്ടുണ്ടോ? നിന്റെ ഇല്ലായ്മയും നീ കൊടുത്തിട്ടുണ്ടോ? ദൈവരാജ്യത്തിന് വേണ്ടി ഇല്ലായ്മയും നീ വിതച്ചിട്ടുണ്ടോ? നിന്റെ ഇല്ലായ്മയ്ക്കകത്ത് നീ ദൈവത്തിന്റെ രാജ്യം പണിതിട്ടുണ്ടോ? സുവിശേഷകന്മാരെ ചേർത്ത് പിടിച്ചിട്ടുണ്ടോ? അവരുടെ കണ്ണുനീരൊപ്പിയിട്ടുണ്ടോ? ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാ, നീ സമൃദ്ധിയിൽ നിന്നും കൊടുക്കുന്നേക്കാൾ അധികമാണ് നിന്റെ ഇല്ലായ്മയിൽ കൊടുക്കുന്നത്. സ്തോത്രം പറഞ്ഞേ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ചിലർക്ക് ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. സ്തോത്രം. ഞാൻ ഇന്നും ഓർക്കുന്നു, നമ്മുടെ ഈ ആലയത്തിൻ്റെ പണി നടക്കുന്ന സമയത്ത്, ഈ ആലയത്തിൻ്റെ സ്റ്റാർട്ടിങ് സമയത്താണെന്ന് തോന്നുന്നു. സ്തോത്രം, ഹല്ലേലൂയ. വിധവയായിരിക്കുന്ന ഒരു പ്രായമുള്ള ഒരു മാതാവ്, സ്തോത്രം, ആ മാതാവ് സ്വന്തമായിട്ട് വരുമാന മാർഗമൊന്നുമില്ല. അവർക്ക് കിട്ടുന്ന പെൻഷൻ പൈസയിൽ നിന്ന് കുറച്ച് എമൗണ്ട് എടുത്താണ്, ഹല്ലേലൂയ, അവർ ദൈവരാജ്യത്തിന്, ഈ ആലയത്തിൻ്റെ പണിക്ക് വേണ്ടി, ഈ ആലയത്തിൻ്റെ വർധനവ് വേണ്ടി വിതച്ചത്. സ്തോത്രം.
ഞാൻ ഇന്ന് രാത്രി ഓർക്കുന്നു, അവൻ ഇന്നും സമൃദ്ധിയോടെ ജീവിക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് രാത്രി അഭിഷേകത്തോടെ പറയാം, ദൈവരാജ്യത്തിന് വിതച്ചവരാരും വെറും കൈയോടെ മടങ്ങിയിട്ടില്ല. അമർത്തി കുലുക്കി കവിഞ്ഞൊരളവ് മടിയിൽ കൊടുക്കുന്ന ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി ദൈവം കൈമാറുകയാ. സ്തോത്രം. ഞാനിത് പറയുമ്പോൾ ചിലരുടെ സാമ്പത്തിക കെട്ടുകൾ അഴിയുക. നിങ്ങളുടെ സാമ്പത്തികത്തെ എത്ര കെട്ടിവെച്ചാലോ ഇന്ന് രാത്രി ദൈവം അഴിക്കുക. സ്തോത്രം. ദൈവത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തെ പരീക്ഷിച്ച് നോക്കാൻ നിങ്ങൾ തയ്യാറാകുന്നെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പറയാം, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്രം. എന്തുകൊണ്ടോ ഇന്ന് രാത്രി ഞാൻ ദൈവാത്മാവിൽ ഈ ദൂത് പറയുമ്പോൾ ഈ ആലയത്തിൻ്റെ അകത്ത് ഈ സന്ദേശം മുഴങ്ങുമ്പോൾ എനിക്കൊരു കാര്യം നന്നായിട്ട് തിരിച്ചറിയാം. എന്താ ആ കാര്യമെന്നറിയോ? നിങ്ങളുടെ സാമ്പത്തിക വഴികളെ ദൈവം അനുഗ്രഹിക്കും. സ്തോത്ര. നിങ്ങളുടെ ഉറവകൾക്കകത്തൊക്കെ വർധനവുണ്ടാകും. സ്തോത്ര. ഹല്ലേലൂയ. ഞാൻ പറയാം, വരവിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് ചെലവായിരിക്കാം. എങ്ങനെ, എപ്പം, എവിടെന്ന് എന്ന് നിങ്ങൾക്കറിയത്തില്ലായിരിക്കാം. പക്ഷെ ഞാൻ ഒറ്റ കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഹല്ലേലൂയ നിങ്ങൾ ആരെയും വഞ്ചിക്കരുത്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞ ഇടയ്ക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളെ ഒരാൾ വഞ്ചിച്ചു. സ്തോത്രം. ആരാണ്, ഏതാണ്, എങ്ങനെയാണെന്നൊന്നും പറയത്തില്ല. സ്തോത്രം. ഒരു ബിസിനസ് സ്ഥാപനം നടത്തുന്ന ഒരാളാണ്. സ്തോത്രം. ചെറിയൊരു കാര്യത്തിനാണ്. സ്തോത്രം. വഞ്ചിച്ചു. 3 മാസത്തിനുള്ളിൽ ആ കട അടഞ്ഞുപോയി. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, അഭിഷിക്തന്മാർക്കെതിരെ നീ എത്ര കുതന്ത്രങ്ങൾ വിട്ടാലും പിശാചേ നീ പരാജയപ്പെട്ടിരിക്കും. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, ദൈവമക്കൾ ആരാണെന്നാണ് പിശാചിൻ്റെ തോന്നൽ. അവൻ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളവനാ, ദൈവത്തിൻ്റെ ആലയത്തിൽ വസിക്കുന്നവനാ, അവൻ ദൈവത്തെ നിത്യം സ്തുതിക്കുന്നവനാ. അവൻ തകരത്തില്ല. അവൻ പറഞ്ഞ വാക്ക് അതുപോലെ സംഭവിച്ചിരിക്കും. ഇന്ന് രാത്രി ഞാൻ അഭിഷേകത്തോടെ പറയാം, നീ പറയുമ്പോൾ നിന്നിൽ നിന്നും ജീവൻ ചലിക്കുക. ജീവനും മരണവും നിന്റെ നാവിൻ്റെ അധികാരത്തിലുണ്ട്. ഒരാമയം പറഞ്ഞേ. സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ. ഈ ഒന്നാമത് വഴിപാടിരുന്ന സ്ത്രീയെ കാണുകയാണ്. അവൾ ഉപജീവനം കൊണ്ടുവന്നിട്ട്. സ്തോത്രം. അത് കഴിഞ്ഞ് സ്തോത്രം ഹല്ലേലൂയ ആ ആലയത്തിൻ്റെ അകത്ത് ശിഷ്യന്മാർ തൻ്റെ കൂടെ നിൽക്കുകയാണ്. ശിഷ്യന്മാർ ആലയത്തിൻ്റെ ഭംഗി കാണുകയാണ്. ആലയത്തെക്കുറിച്ചുള്ള എരിവ് കൊണ്ട് അവർ ആലയത്തെക്കുറിച്ച് പറയുമ്പോൾ യേശു പറയുകയാണ്, ഈ ആലയം കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത കാലത്തിൽ ഇത് തകർന്നു പോകുമെന്ന് യെരൂശലേം ദേവാലയത്തെക്കുറിച്ച് പറയുകയാണ്. അപ്പോൾ അവർ ചോദിക്കുകയാണ്, എപ്പോൾ? സ്തോത്ര. കർത്താവേ, നിന്റെ വരവിന് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോൾ സംഭവിക്കുമെന്ന് നീ പറഞ്ഞു തരണമെന്ന് പറയുകയാണ്. ആ പറയുന്നതിന് മറുപടി കർത്താവ് കൊടുക്കുകയാണ്. യുദ്ധങ്ങളും ഭൂകമ്പങ്ങളും അവിടെ ഇവിടെങ്കിലും ഉണ്ടാകും. സ്തോത്ര. പലരും എൻ്റെ പേരെടുത്ത് വരും. നിങ്ങൾ യുദ്ധങ്ങളും കലക്കങ്ങളെ കുറിച്ച് കേൾക്കുമ്പോൾ ഞെട്ടരുത്. ആദ്യം സംഭവിക്കേണ്ടത് തന്നെ അവസാനം ഉടനെ അല്ലാതാനും എന്ന് പറഞ്ഞു. സ്തോത്ര. അങ്ങനെ ജാതി ജാതിയോടും രാജ്യം രാജ്യത്തോടും എതിർക്കും. വലിയ ഭൂകമ്പവും ക്ഷാമവും മഹാവ്യാധികളും അവിടവിടങ്ങളിൽ ഉണ്ടാകും. ഭയങ്കര കാഴ്ചകളും ആകാശത്തിൽ മഹാലക്ഷ്യങ്ങളും ഉണ്ടാകും. ഇത് എല്ലാറ്റിനും മുമ്പേ എൻ്റെ നാമനിമിത്തം നിങ്ങളുടെ മേൽ കൈവച്ചു രാജാക്കന്മാരെ നാടുവാഴികളെ മുമ്പിൽ കൊണ്ടുപോയി ഉപദ്രവിക്കുകയും പള്ളികളിലും തടവുകളിലും ഏൽപ്പിക്കുകയും ചെയ്യുക. ഇത് നിങ്ങൾക്കും സാക്ഷ്യം പറയുവാൻ തരമാകും. സ്തോത്ര. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയട്ടെ. ലോകത്തിൻ്റെ അവസാനം അടുത്തിരിക്കുകയാണ്. അന്ത്യകാല സംഭവങ്ങൾ, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുകയാണ്. ഈ സമയത്ത് കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ദൈവമക്കൾ ഭയപ്പെട്ടിരിക്കുകയല്ല, അയ്യോ ലോകം അവസാനിക്കുമോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുകയല്ല. മറിച്ച് നമ്മുടെ അരുമകാന്തനായിരിക്കുന്ന കർത്താവിനെ കാണാമെന്നുള്ള പ്രത്യാശയോടെ ജീവിക്കുകയാണ് വേണ്ടത്. ഇന്ന് രാത്രി അങ്ങനെ ജീവിക്കുന്നവർക്ക് ഉപദ്രവങ്ങൾ ഉണ്ടായാലോ നിന്റെ കൂടെ അവൻ ഉണ്ടായിരിക്കും. സ്വന്തം കർത്താവ് മുന്നമേ തന്നെ ശിഷ്യന്മാരോട് പറയുക, നിങ്ങൾക്ക് ഉപദ്രവങ്ങൾ ഉണ്ടാകും. ആ ഉപദ്രവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെട്ടു പോകരുത്. ആ ഭയപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങൾ അതിൻ്റെ 13-ാം വാക്യം, ഇത് ഞാൻ നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ തരമാകും. ആകയാൽ പ്രതിവാദിപ്പാൻ മുമ്പ് കൂട്ടി വിചാരിക്കാതിരിക്കേണ്ടതിന് മനസ്സ് ഉറച്ചുകൊള്ളുവിൻ. സ്തോത്രം പറഞ്ഞേ.
മനസ്സിൽ ഉറപ്പുണ്ടായിരിക്കണം. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി ഉറപ്പോടെ നിൽക്കുകയാണെങ്കിൽ നാം കർത്താവിൻ്റെ വരവിൽ പോകും. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. വിശ്വാസം സജിച്ചു കളയുന്നൊരു വല്ലാത്ത കാലഘട്ടങ്ങളിലാണ്. സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് പറയാ, മകൻ എന്നെ പ്രാർത്ഥനയ്ക്ക് വിടുന്നില്ല, ഭർത്താവ് എന്നെ പ്രാർത്ഥനയ്ക്ക് വിടുന്നില്ല, എൻ്റെ അപ്പൻ എന്നെ പ്രാർത്ഥനയ്ക്ക് വിടുന്നില്ല. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ അവരോടൊക്കെ പറയും, എനിക്ക് എന്താ പറയാൻ പറ്റും? സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കാൻ പിശാച് അവരെ ഒതുക്കി. സ്തോത്രം. അതങ്ങ് കേറ്റെടുത്ത് അത് അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ അകത്ത് എതിര് നിൽക്കുന്ന പിശാചിനെ ഒന്ന് ശാസിക്കാൻ തുനിയാതെ അതും ഏറ്റെടുത്തുകൊണ്ട് വീടിൻ്റെ അകത്ത് ഒതുങ്ങിക്കൂടി പലരും. സ്തോത്രം. ഇന്ന് പകൽക്കാലം ഞാൻ അഭിഷേകത്തോടെ പറയാ, പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം. ആമേൻ. അവസാനമായിട്ട് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറയട്ടെ. സ്തോത്രം. ആ കാര്യം ഇങ്ങനെയാണ്. സ്തോത്രം. ആമേൻ. നിങ്ങൾ എതിരാളികൾക്കാർക്കും ചെറുപ്പാനോ എതിർ പറയാനോ കഴിയാത്ത വിധമുള്ള വാക്കുകൾ ഞാൻ നിങ്ങൾക്ക് നൽകും. സ്തോത്രം പറഞ്ഞേ. ഒരു മനുഷ്യനും നിങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്ത. സ്തോത്രം. വിമർശനങ്ങൾ ഉണ്ടാകാൻ കഴിയും, അല്ലെങ്കിൽ വിമർശനങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. പക്ഷേ വിമർശകന്മാർക്കും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ വിമർശകന്മാർക്ക് നിങ്ങളോട് പ്രതിവാദം ചെയ്യാൻ കഴിയാത്ത ഒരു വാക്കിൽ അഭിഷേകം ദൈവാത്മാവ് കൈമാറും. സ്തോത്രം. ഇന്ന് രാത്രി അത് വേണ്ടവർ ആ കരമുയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ആമേൻ. അടുത്ത വാക്ക് അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് നൽകും. സ്തോത്രം പറഞ്ഞേ. ഇന്ന് രാത്രി എല്ലാ വിഷയത്തിനും പരിഹാരം വരുത്തുവാൻ നിങ്ങൾക്ക് ദൈവം തന്നിരിക്കുന്നത് അവൻ്റെ കൃപയാണ്. അവൻ്റെ വാക്കും ജ്ഞാനവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് പറഞ്ഞേ, അവൻ്റെ വാക്കും ജ്ഞാനവും ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. എല്ലാ കണ്ണുകളും ദൈവ സാന്നിധ്യത്തിൽ അടച്ചാട്ടെ. എല്ലാ ഹൃദയം തുറന്ന് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ആമേൻ. എക്സ്പെഷ്യലി വാക്കും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകും. വാക്കും ജ്ഞാനവും ദൈവം നിങ്ങൾക്ക് നൽകും. ഇന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകം ഇറങ്ങട്ടെ. ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവജനത്തിൻ്റെ മേൽ ഒരു ശക്തി ദൈവാത്മാവ് പകരുകയാണല്ലോ, ഒരു അധികാരം ദൈവാത്മാവ് പകരുക. വിശ്വസിച്ച് അഭിഷേകത്തോടെ ഒന്ന് പ്രാർത്ഥിച്ചേ. Baba Shandana Ramani Atama Rabala Balabala Shamana Baramana Gadaga Dini Bidi 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 Andura Ramasi Udama Regasi Andana Levini Ashasmini Andana Regasi Reba Labana Tuna Labana Thina Shagasi Andana Ribeni Adabala Balabala Shamda Ribeni Anda Regasi Reba Baba Shandana Ribeni Astotana Libini Kabara Tunigal Bara Tuni Shamdine Adabana Banagadaga Dini Bila Shanda Regasi എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട രാത്രിക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അഭിഷേകത്തോടെ ഈ ജനത്തെ, ഈ ദൈവസഭയെ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു. ഇന്ന് രാത്രി ദൈവാത്മാവ് ഈ ജനത്തെ തൊട്ടതിനായി നന്ദി പറയുന്നു. ഒരു ശത്രുവിനെ എതിർ പറയാൻ കഴിയാത്ത, പ്രതിവാദിക്കാൻ കഴിയാത്ത വാക്കും ജ്ഞാനത്തെയോ ഇന്ന് രാത്രി ദൈവാത്മാവ് അവർക്ക് വേണ്ടി വെളിപ്പെടുത്തുന്നതിനായി നന്ദി പറയുന്നു. ഈ രാത്രി ദൈവാത്മാവ് അത്ഭുതങ്ങൾ ചെയ്തതിനായി നന്ദി പറയുന്നു. ഈ രാത്രിയിൽ അവരുടെ വിഷയങ്ങൾക്കകത്തെല്ലാം പരിഹാരം വരുത്തുന്ന ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിനായി നന്ദി പറയുന്നു. ഈ ജനത്തെ പ്രാർത്ഥിച്ചു അനുഗ്രഹിക്കുന്നു, ബ്ലസ് ചെയ്യുന്നു. സ്വർഗം അത്ഭുതം ചെയ്തതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സന്തോഷത്തോടെ